നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്തസ്വരങ്ങൾ 2 സ്ട്രിങ്ങിലായിട്ട് വായിക്കുന്നതാണ് നമ്മൾ നോക്കിയത്. ഇനി അത് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ വായിക്കാം, അതായത് ഒരു സ്ട്രിങ്ങിൽ മാത്രമായിട്ട് എങ്ങനെ സപ്തസ്വരങ്ങൾ വായിക്കാം എന്നൊരു ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അകാര സാധകവും, വയലിനിൽ നമ്മൾ അകാരം പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതും കൂടി അതിനൊപ്പം നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. സെക്കൻഡ് സ്ട്രിങ്ങിന് മാത്രമായിട്ടാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആദ്യം സാ തൊട്ട് മാ വരെ നമ്മൾ സാധാരണ വായിക്കുന്ന പോലെ തന്നെയാണ് വായിക്കുന്നത്. നോക്കുക. ഇതിനുശേഷം നടുവലിനെ മുകളിലേക്ക് നീക്കുക. ഇങ്ങനെ പായായി, പായോട് ചേർത്ത് മോതിരവല്ല് വെച്ചാൽ, പിന്നെ നടുവല്ല് തന്നെ നമ്മൾ കുറച്ചും കൂടി ഉയരത്തിലേക്ക് മാറ്റണം. ഇവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക്. നീയായി, നീയോട് ചേർത്ത് ഇനി അണിവല്ല് മോതിരവല്ല് തിരിച്ച് അതേപോലെ ഇറങ്ങി വരിക. വായിക്കാം. അകാരം വായിക്കുക. അകാരം വളരെ പ്രധാനമാണ് വയലിൽ. നമ്മളിപ്പോൾ വായിച്ച സ്വരമാണ്. അകാരം വായിക്കുന്നതിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്പീഡിലേക്ക് വരുമ്പോൾ ഒരു ബോയിൽ 2 സ്വരം വായിക്കുക. അതായത് ഒരു ബോയിൽ 4 സ്വരം. അടുത്ത സ്പീഡ് വരുമ്പോൾ ഒരു ബോയിൽ 8 സ്വരം. ഇപ്പോൾ ഞാൻ വായിച്ച ഒരു സ്ട്രിങ്ങിൽ വായിച്ചത് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഒരു സ്ട്രിങ്ങിൽ വായിക്കാന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർക്ക് അകാരം സാധകം ചെയ്തത് നോർമൽ പൊസിഷനിൽ തന്നെ വായിക്കാം. സാധാരണ വായിക്കുന്ന പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് സാധകം ചെയ്യാം. അതായത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ബോയിൽ 2 സ്വരം വായിക്കണമെങ്കിൽ പാലിക്ക് 10 വായിക്കാം. സ്ട്രിങ്ങിൽ ഒരു പോലെ 2 സ്വരം. ഒന്നുകൂടെ വായിക്കാം. ഒരു പോലെ 4 സ്വരം. ഒരു പോലെ 8 സ്വരം. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വായിക്കണമെങ്കിൽ ഇങ്ങനെ
ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് ഒരു സ്ട്രിങ്ങിൽ എങ്ങനെ സരിഗമപധനിസ അതായത് സ്വരം വായിക്കാം, അതുപോലെ തന്നെ അകാരം പ്രാക്ടീസ്, ഒരുപോലെ 2 സ്വരം, ഒരുപോലെ 4 സ്വരം, ഒരുപോലെ 8 സ്വരം അങ്ങനെ വായിക്കുന്നത് എങ്ങനെയാണ് അത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് വായിച്ച് ശ്രമിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെതായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേയിങ്ങിൽ സ്റ്റൈൽസിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ കമൻസും ഒക്കെ നമുക്ക് തരിക. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് നമ്മൾ എടുത്തു തരുന്നതാണ് വീഡിയോസിൽ. അതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.